ആരാ ഫ്രീ ആയിട്ടുള്ളത്? സരോജന ടീച്ചർ ഉണ്ട്. 1869 ഫ്രെഡറിക് മീഷർ DNA കണ്ടുപിടിക്കുന്നത്. ഇത് നമുക്ക് പല രീതിയിൽ പഠിക്കാം. എന്നാലും ഞാൻ പഠിക്കുന്ന രീതി ഞാൻ പറഞ്ഞുതരാം. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. തമ്പി, 2 കസേര എടുത്ത് പുറത്തേക്ക് ഇടുക. അപ്പൊ നമുക്ക് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫക്കിന്റെ എഫ് ആണ്. എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫക്കിന്റെ എഫ് ആണ്. എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫക്കിന്റെ എഫ് ആണ്. മീഷർ എന്ന് പറഞ്ഞാൽ മീശ ഉള്ളൊരു ചെറുക്കൻ. അപ്പൊ മീശ ഉള്ളൊരു ചെറുക്കൻ ഫക്ക് ചെയ്തു. അപ്പൊ മീശ ഉള്ളൊരു ചെറുക്കൻ ഫക്ക് ചെയ്തു. ഫക്ക് ചെയ്തത് 69 പൊസിഷനിലായിരുന്നു. അതെ, ഇത് വിളഞ്ഞു വിത്ത 69 പൊസിഷനിലായിരുന്നു. നൈസ് പൊസിഷനില. അപ്പൊ 69 പൊസിഷനിൽ മീശ ഉള്ളൊരു ചെറുക്കൻ ഫക്ക് ചെയ്തപ്പോ 8ന്റെ പണി കിട്ടി. ചേച്ചിക്ക് ഈ ഫീൽഡിൽ ഭയങ്കര എക്സ്പീരിയൻസ് ആണല്ലേ. പെട്ടെന്ന് നമ്മൾ പഠിച്ചത് മീശ ഉള്ള ചെറുക്കൻ ഫക്ക് ചെയ്തപ്പോ 69 പൊസിഷനിലാണ് ഫക്ക് ചെയ്തത്. അപ്പൊ 8ന്റെ പണി കിട്ടി. പ്രൊഫസർ ജോസഫ് അഞ്ചരക്കണ്ടി. ഇനി ഇത് ചത്താൽ നിങ്ങൾ മറക്കൂല. NCERT ഇഷ്ടം പോലെ എക്സാമ്പിൾസും ഇഷ്ടംപോലെ ഇയേഴ്സും പഠിക്കാനുണ്ട്. അതിനൊന്നും ഇല്ലേ? ഇതൊന്നും തലയിൽ നിൽക്കൂല. ഇത് തലയിൽ നിൽക്കാൻ വേണ്ടിട്ട് യൂഷ്വലി ഞാൻ യൂസ് ചെയ്യുന്നതാണ് സ്റ്റോറി മെത്തേഡ്. ഇങ്ങനത്തെ സ്റ്റോറീസ് ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ പഠിക്കുന്നത്. നീ എന്തിനാ പഠിക്കണേ? ഫൈനൽ ഇയർ LLBക്ക്. അതല്ല ചോദിച്ചത്, നീ എന്തിനാ പഠിക്കണേന്ന്. നീ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല, വെറുതെ കോളേജിന്റെ പേര് കളയാനായിട്ട്. അയ്യേ, ഒരു നിമിഷം ഞാൻ നന്നായെന്ന് നിങ്ങൾ കരുതിയല്ലേ? ഇൻ മൈ ഒപ്പീനിയൻ മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം. ഇങ്ങനെയുള്ള സ്റ്റോറീസിന് വേണ്ടി ഫോളോ മീ. സബ്സ്ക്രൈബ് ചെയ്യാമോ? മതിയോ?